പടവുകളിലേക്ക് സ്വാഗതം. ടൂറിസം മേഖല വളരെയധികം ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന്റെ സാധ്യതകൾ വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പടവുകളിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിനെ കുറിച്ചും അതിന്റെ ജോലി സാധ്യതകളെ കുറിച്ചുമാണ്. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ തൊഴിലവസരങ്ങളിൽ 7.7% ടൂറിസം രംഗത്താണ്. 39 ദശലക്ഷം തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിൽ ഒരുക്കുന്നത്. അടുത്ത ദശകത്തിൽ ടൂറിസം രംഗത്ത് ഏറ്റവും കൂടിയ വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണുണ്ടാവുക. ഈ വളർച്ച ഏറ്റവും കൂടുതൽ ഉപകരിക്കുക ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയ്ക്കാണ്. ഇന്ത്യ ടൂറിസം ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ. അതോടൊപ്പം ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തും തൊഴിൽ അവസരങ്ങൾ കൂടി വരുന്നു. നല്ല പെരുമാറ്റ രീതിയും ആശയവിനിമയ കഴിവുമുള്ള ആർക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയ തൊഴിൽ മേഖലയാണ് ഹോട്ടൽ മാനേജ്മെന്റ്. +2 ശേഷം 3 വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി ഡിപ്ലോമ കോഴ്സിന് ചേരാം. ചുരുങ്ങിയ ഫീസിൽ നാട്ടിൽ തന്നെ ഈ കോഴ്സ് പഠിക്കാൻ നിരവധി അവസരങ്ങളുണ്ട്. മികച്ച ശമ്പളം ലഭിക്കുന്ന തൊഴിലുകളാണ് ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നവരെ കാത്തിരിക്കുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൊഴിൽ എന്നതിനാൽ തന്നെ ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് പരമപ്രധാനം. ഹോട്ടലിലെ പ്രധാനപ്പെട്ട തൊഴിൽ തസ്തികകൾ പരിചയപ്പെടാം. ഹൗസ് കീപ്പർ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, ഫുഡ് ആൻഡ് ബെവറേജ് സെർവന്റ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. ഉപഭോക്താക്കളെ സ്വീകരിക്കുക, അവശ്യ വിവരങ്ങൾ നൽകുക, റൂം റിസർവേഷൻ, ചെക്ക് ഇൻ, ചെക്ക്-ഔട്ട് സൗകര്യങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ പ്രധാന ചുമതലകൾ. ഫുഡ് ആൻഡ് ബെവറേജ് സെർവന്റ്. ഹോട്ടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ഫുഡ് ആൻഡ് ബെവറേജ് സെർവന്റ്സ്. ഭക്ഷണ പാചകം, വിതരണം തുടങ്ങിയവയെല്ലാം സെർവന്റ്മാരുടെ ഉത്തരവാദിത്തമാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്. ഹോട്ടലിന് കൂടുതൽ ഉപഭോക്താക്കളെ നേടുക എന്നതാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുമാരുടെ ജോലി. ട്രാവൽ ഏജന്റ്സ്, ടൂർ ഓപ്പറേറ്റേഴ്സ്, വൻകിട ബിസിനസ് സംരംഭകർ തുടങ്ങിയവരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയണം. സാധാരണ രീതിയിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുമാർ തന്നെയാണ് ഹോട്ടലിന്റെ റിലേഷൻ, അഡ്വർടൈസിംഗ് വിഭാഗവും കൈകാര്യം ചെയ്യുക. ഹൗസ് കീപ്പർ. ഹോട്ടലിന്റെ ശുചിത്വം ഉറപ്പുവരുത്തുക, ഉപഭോക്താവിന്റെ ആവശ്യമനുസരിച്ചുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് ഹൗസ് കീപ്പറുടെ പ്രധാന ജോലികൾ.
ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിൽ ഒരു കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരുടെയും ആദ്യത്തെ ഓപ്ഷൻസിൽ ഒന്ന് തന്നെയാണ് വയനാട് ജില്ലയിലെ ലക്കിടിയിലുള്ള ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണിത്. ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളിലൊന്നാണ് വയനാട് ജില്ലയിലെ ലക്കിടിയിലുള്ള ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. 17 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് ഓരോ വർഷവും 250ഓളം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയിറങ്ങുന്നു. വിദ്യാർത്ഥികൾക്ക് 100% പ്ലേസ്മെന്റാണ് ഓറിയന്റൽ വാഗ്ദാനം ചെയ്യുന്നത്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വൻകിട ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നു. I really like this college very much. It's really wonderful with good faculty, good infrastructure, good facilities. The students can really build up their career, their future, their ambition. And I can also tell you that the students who complete their course successfully can work or excel in various fields like tourism, administration and management. ഓരോ വർഷവും ഓറിയന്റലിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കും. താജ്, ലീല, വെൽക്കം ഗ്രൂപ്പ് തുടങ്ങിയ ഇന്ത്യയിലെ വൻകിട ഹോട്ടൽ സംരംഭകരാണ് ഇതിനായി വർഷം തോറും ഓറിയന്റലിൽ എത്തുന്നത്. 700ഓളം വിദ്യാർത്ഥികൾ ഇന്ന് ഓറിയന്റലിൽ പഠിക്കുന്നു. ഇവരിൽ ഇന്ത്യക്കകത്തും പുറത്തും നിന്നുമുള്ള വിദ്യാർത്ഥികളുണ്ട്. പടവുകളിൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ KC റോബിൻ സാറാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും ഇവിടുത്തെ കോഴ്സിന്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചും നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. സാർ, ഇവിടെ ഏതൊക്കെ കോഴ്സിൽ ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്? ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റിൽ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ഇറ്റ്സ് എ 4-year degree program. Okay. It's a professional degree. It is approved by the All India Council for Technical Education, AICT. അതൊരു 4-year degree program ആണ്. അതല്ലാതെ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് സയൻസ്, മൂന്നാമത്തെ കോഴ്സ് BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കൾണറി ആർട്സ്, നാലാമത്തെ കോഴ്സായിട്ടുള്ളത് ബാച്ചിലർ ഓഫ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ. പറഞ്ഞിരിക്കുന്ന 4 കോഴ്സുകളും യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അഫിലിയേറ്റ് ചെയ്ത പ്രോഗ്രാംസാണ്. ഡിപ്ലോമ കോഴ്സുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ കാലത്ത് ഇവിടെ ഡിപ്ലോമ കോഴ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. 3-year ഡിപ്ലോമ, ഓൾസോ അപ്രൂവ്ഡ് ബൈ ദി AICT. പക്ഷേ അതൊരു 2009 ഞങ്ങളത് നിർത്തുകയുണ്ടായി. കാരണം ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഡിഗ്രി പഠിക്കാനാണ് കൂടുതൽ താല്പര്യം. അതുമൂലം അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 4 കോഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതല്ലാതെ ഞങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ 3-year degree program, which is affiliated with the National Council for Hotel Management and Catering Technology under the Ministry of Tourism, Government of India. ഇതാണ് ഞങ്ങളുടെ 5ാമത്തെ പ്രോഗ്രാം. ഇത് 2007 മുതൽ ഇവിടെ തുടങ്ങിയ പ്രോഗ്രാമാണ്. ഓൾ ഇന്ത്യ ലെവലിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആദ്യം 2004 അഫിലിയേറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾക്കും കിട്ടുകയുണ്ടായി. ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിനും ഈ പ്രോഗ്രാം കിട്ടുകയുണ്ടായി. ഏകദേശം എത്ര കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ടോ? ഏകദേശം 650 സ്റ്റുഡൻസ് ഹോട്ടൽ മാനേജ്മെന്റ് പ്രോഗ്രാംസിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 തന്നെയാണ്. +2 ആണ് എലിജിബിലിറ്റി. എക്സെപ്റ്റ് 4-year degree പ്രോഗ്രാം, മറ്റുള്ള എല്ലാ ഡിഗ്രി പ്രോഗ്രാംസിനും 50% ആണ് +2ൻ്റെ മാർക്ക്. വേറസ് BSMന് 40% is the eligibility. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെലക്ഷൻ പ്രൊസീജിയറിനെ പറ്റി? സെലക്ഷൻ പ്രൊസീജിയർ ബേസിക്കലി ഗവൺമെൻറ് ഓഫ് കേരളയുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഞങ്ങൾ പാലിക്കുന്നു. അതേപോലെ തന്നെ 50% സീറ്റ്സ് മെറിറ്റ് കോട്ടയും 50% മാനേജ്മെൻറ്റ് കോട്ടയും സീറ്റുകളാണ്. വേറസ് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ 3-year degree മാത്രം ഓൾ ദ സീറ്റ്സ് ആർ അണ്ടർ മെറിറ്റ്. 120 സീറ്റ്സും മെറിറ്റാണ്. അത് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി വരുന്ന കുട്ടികൾക്ക് കിട്ടുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ എല്ലാ ഡിഗ്രി പ്രോഗ്രാംസും 50% സീറ്റ്സും മെറിറ്റാണ്. അത് പ്യുവർലി മെറിറ്റാണ്. യൂണിവേഴ്സിറ്റി അതിന് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
ആ സമയത്ത് മേ ബി മെയ് ജൂൺ സമയങ്ങളിൽ എക്സാം കണ്ടക്ട് ചെയ്ത് യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ബേസ്ഡ് ഓൺ ദാറ്റാണ് അഡ്മിഷൻ. കാരണം BHM അണ്ടർ ദി യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ അവൈലബിലിറ്റീസ് ഇപ്പോൾ പുറത്തുനിന്നുള്ളവരും ക്ലാസ് എടുക്കുന്നുണ്ടോ? ഫാക്കൽറ്റിയെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ മാക്സിമം ഫാക്കൽറ്റി പുറത്തു നിന്നും എസ്പെഷ്യലി ഫ്രം ഔട്ട്സൈഡ് കേരള എന്ന് പോലും ടീച്ചേഴ്സിനെ ഇവിടെ ഞങ്ങൾ സെലക്ട് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ടീച്ചേഴ്സിനെ ഇവിടെ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെ കിട്ടാൻ. എനിക്കൊന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. അതുകൂടാതെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനുള്ള ട്രെയിനിങ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്? ഞങ്ങൾക്ക് ഓറിയൻ്റൽ ക്വാളിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അതായത് എക്സെപ്റ്റ് ഈ സിലബസിലില്ലാത്ത ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഞങ്ങൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആ സമയത്ത് തന്നെ ഡെയിലി 1 hour ഒരു ക്ലാസ് പോലെ എടുക്കും. അത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബൂസ്റ്റപ്പ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലാണ്. അതൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ടാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഫൈനൽ ഇയറിൽ കുട്ടികൾക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഡെയിലി 1 hour കൊടുക്കുന്നതുകൊണ്ട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനെ അത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഞങ്ങളുടെ കുട്ടികളെ ഹോട്ടലിയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം അവർ ഷുവറായിട്ടും നേരത്തെ ചോദിച്ച് നേരത്തെ വന്ന് നല്ല കുട്ടികളെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. പ്ലേസ്മെന്റ് സാധ്യതകൾ വളരെയധികം ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി ഇപ്പം ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഒരു 3 to 4 ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടത്തി കഴിഞ്ഞു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇനിയിപ്പോൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇനി പ്ലേസ്മെൻ്റ് ഉള്ളൂ. പക്ഷേ വി ഹാവ് ടൈം ടിൽ April 2014 ടു പ്ലേസ് ഓൾ ദ സ്റ്റുഡൻസ്. പക്ഷേ ലാസ്റ്റ് ഒരു 6-7 years ഞാൻ അവിടെ വന്നിട്ട് ഞങ്ങൾ 100% ആണ് പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതുവരെ. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെയും കോഴിക്കോട് സർവകലാശാലയുടെയും അംഗീകാരമുള്ള ബിരുദ കോഴ്സുകളാണ് ഓറിയന്റലിൽ ഉള്ളത്. I choose Oriental School of Hotel Management because of its natural surroundings and climate. It's been more than 1.5 years I am studying here, and it was a great experience with different faculties and the climate. The Oriental School is located in a very lovely hill station in Kerala. ഇനി ഓറിയന്റലിലെ കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് culinary ആർട്സ്, BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ്. ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കോഴിക്കോട് സർവകലാശാല നടത്തുന്ന പൊതുപരീക്ഷ പാസ്സാവണം. BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലെ പ്രവേശനത്തിന് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിലെ നാഷണൽ കൗൺസിൽ ഫോർ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ ജയിക്കണം. ഹോട്ടൽ മാനേജ്മെന്റിലെ മറ്റു കോഴ്സുകൾക്ക് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. We offer degree programs in hotel management, which is of great demand in the hospitality industry. The eligibility criteria for the admission is a pass in +2, and the admission process includes written test and interview. We offer our students placements in the role of supervisor and managerial levels with leading hotel chains. We carry the legacy of placing our students with national and international hotel chains across the globe. ഇനി BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ: ഫുഡ് പ്രൊഡക്ഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫുഡ് സയൻസ്, ഫെസിലിറ്റി പ്ലാനിംഗ്, ഹോട്ടൽ എഞ്ചിനീയറിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഹോട്ടൽ അക്കൗണ്ടിംഗ്. 4 വർഷ കാലാവധിയുള്ള ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിൽ ഹോട്ടൽ ലോ, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സയൻസ്, ബിസിനസ് പോളിസി, ഹോട്ടൽ എഞ്ചിനീയറിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങൾ കൂടി പഠിപ്പിക്കും. BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ് കോഴ്സിൽ വ്യത്യസ്തമായ വിഷയങ്ങളാണ് പഠനത്തിനായുള്ളത്. ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇൻ ഇംഗ്ലീഷ്,
basics of business management, critical reasoning, writing and presentation, facility planning and event management തുടങ്ങിയ വിഷയങ്ങൾ അവയിൽപ്പെടുന്നു. BSc Hotel Management and Culinary Arts കോഴ്സിൽ ക്വാണ്ടിറ്റി കുക്കിംഗ്, ബാങ്ക്വറ്റ്സ് ആൻഡ് ബഫേ, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തുടങ്ങിയ പഠന വിഷയങ്ങളുടെ വ്യത്യസ്തതകൾ കൂടിയുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന തൊഴിൽ മേഖലകൾ നോക്കാം. ഹോട്ടൽ, റിസോർട്ട്, റെസ്റ്റോറന്റ്, ഫ്ലൈറ്റ് ആൻഡ് കാറ്ററിംഗ് കമ്പനീസ്, ട്രാവൽ ആൻഡ് ടൂറിസം. പടവുകളിൽ ഹോട്ടൽ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വെൽക്കം ഹോട്ടൽ റാവീസ് കടവ് ജനറൽ മാനേജർ ബിപിൻ വേണുഗോപാലാണ്. ഈ ഒരു ഫീൽഡിനെ കുറിച്ച് നമുക്ക് സാറിനോട് കൂടുതലായി ചോദിച്ചറിയാം. സാർ ഇപ്പോൾ ഈ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡിൽ എത്ര വർഷമായി? ഞാനിപ്പോൾ 14 ഇയേഴ്സായി. 1998 സ്റ്റാർട്ടഡ് വിത്ത് ലീല, മുംബൈ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്രോക്സിമേറ്റ് റണ്ണിങ് ടു 14+ ഇയേഴ്സ്. യെസ്. ലാസ്റ്റ് അസൈൻമെൻറ്റ് ബാംഗ്ലൂരിലായിരുന്നു. ലീല എന്ന ബ്രാൻഡിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ സാർ, ഈ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡിൽ എന്തൊക്കെ തസ്തികകളിൽ ജോലി സാധ്യതകളുണ്ട്? ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ജോലികളാണ് കാര്യമായിട്ട് നടക്കുന്നത്? ഹോട്ടൽ മാനേജ്മെൻറ്റിലെ ഹോട്ടൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ 4 മെയിൻ ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ. അത് ഫ്രണ്ട് ഓഫീസ്, ഹൗസ് കീപ്പിംഗ്, F&B സർവീസ്, F&B പ്രൊഡക്ഷൻ, അങ്ങനെ 4 മെയിൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ്, അങ്ങനെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് എല്ലാവരെയും കൂട്ടമായിട്ടുള്ളൊരു പ്രയത്നമാണ് ഈ ഹോട്ടലിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. പക്ഷേ ഈ 4 മെയിനായിട്ടുള്ള ഡിവിഷൻസാണ് അതിന് മുന്നോട്ട് നയിക്കുന്നത്. അതായത് 4 പില്ലേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഒരു കരിയർ ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് എത്രമാത്രം ചൂസബിൾ ആണ്? വളരെയധികം എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഹോട്ടൽസ് ഇന്നിപ്പോൾ പേപ്പർ എടുത്ത് നോക്കിയാൽ ബിസിനസ് മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ്, ഒരു പുതിയ ബ്രാൻഡ്. ഇപ്പം അടുത്തായിട്ട് പറയുകയാണ് 200 ഹോട്ടൽസ്, ഒരു പുതിയ ബ്രാൻഡ് ഉദ്ഘാടനം. 200 ഹോട്ടൽസ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ സിറ്റിയിലും 1 or 2 ഉണ്ടാവാം. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഹോട്ടൽ ബിസിനസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ വെൽക്കം ഹോട്ടൽ റാവീസ് കടവ്, ഈ ഹോട്ടൽ ഇപ്പം കാലിക്കറ്റ് സിറ്റിയിലും വേറൊരു ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടൽ പ്ലാൻ ചെയ്തിരിക്കും. 75 റൂംസുള്ള വേറൊരു ഹോട്ടൽ വരാൻ പോവാണ്. അപ്പോൾ ഓരോ മാസത്തിലും ഓരോ ആഴ്ചയിലും പുതിയൊരു ഹോട്ടൽ ഈ സിറ്റിയിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ അനന്തമാണ്. അത്രക്കും സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 4 ഡിവിഷൻസിൽ ഏതൊരാൾക്കും ആ ഒരു ലെവലിലേക്ക് കയറി പറ്റാനും പെട്ടെന്നുള്ള ഗ്രോത്തിന് സാധ്യതകൾ ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് വളരെ കൂടുതലാണ്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു 4 പില്ലേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഓരോന്നിലും വൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണോ, അതോ ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രെയിനിങ്ങിനുള്ള അവസരം കൊടുക്കുന്നുണ്ടോ? അതിപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ഒരാൾക്ക് ഈ ഞാൻ പറഞ്ഞ 4 പില്ലറിലും നല്ലവണ്ണം ട്രെയിനിങ് കിട്ടിയ ശേഷമാണ് വരുന്നത്. അയാൾ തിയറിറ്റിക്കലായിട്ടും കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ടും പഠിച്ച ശേഷമാണ് അതിലേക്ക് വരുന്നത്. പിന്നെ അയാളാണ് ചൂസ് ചെയ്യുന്നത്, എനിക്ക് ഈ 4 പില്ലറിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രഗത്ഭമായിട്ട് ശോഭിക്കാൻ പറ്റുന്ന ഏതാണെന്നുള്ളത് അയാൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഒരു ഷെഫ് ആവുന്നത് അയാൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ആ സ്കില്ല് ഉള്ളത് കൊണ്ടാണ് അയാൾ ഷെഫായി മാറുന്നത്. ഫ്രണ്ട് ഓഫീസ് നല്ലോണം ഗസ്റ്റിനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ ഫ്രണ്ട് ഓഫീസ് ഇഷ്ടപ്പെടുന്നു, അവരയാൾ അങ്ങോട്ട് വരുന്നു. അപ്പം ഓരോ ആൾക്കാരും തീരുമാനിക്കുന്നതാണ് അത് ഏതാണ്, നമുക്കത് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഏത് റോളാണെന്ന് അയാൾ തീരുമാനിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ട്രെയിനിങ്, എല്ലാം ബേസിക് ട്രെയിനിങ് അയാൾ ഹോട്ടൽ മാനേജർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാറിന് ഇവിടെ ഒരു മാനേജർ ഒരു പോസ്റ്റ് എന്നുള്ള നിലയിൽ ഇവിടെ സാറിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണുള്ളത് ഇപ്പോൾ? ഹോട്ടൽ മാനേജർ എന്ന നിലയിൽ ഈ എല്ലാ സബ് ഡിവിഷൻസിനെയും മെയിൻ പില്ലേഴ്സിനെയും കണക്ട് ചെയ്യുക. ഒന്ന് ആ കണക്ട് ചെയ്തുകൊണ്ട് ഗസ്റ്റിന് മാക്സിമം സർവീസസ് കൊടുക്കാൻ പറ്റുക. മാക്സിമം സർവീസസ് കൊടുക്കുമ്പോഴാണ് ഗസ്റ്റ് കൂടുതൽ റാവീസ് കടവിനെ ഇഷ്ടപ്പെടുന്നതും അവർ തിരിച്ചു വരുന്നത്. അപ്പം ബിസിനസ് എന്ന നിലയിൽ നമ്മുടെ ഗസ്റ്റിന് മാക്സിമം സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുക. അവിടുന്ന്
ഓട്ടോമാറ്റിക്കലി ആ സർവീസ് ചെയ്തു കൊടുക്കുമ്പോൾ റാവീസ് കടവിൻ്റെ ആളുകൾ അറിയുന്നു. അപ്പം ബിസിനസ് ലെവൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു കണക്റ്റിംഗ് ലിങ്കാണ് ആദ്യം. പിന്നെ ഇത് എത്ര ആളുകളുണ്ടെങ്കിലും ദേ നീഡ് എ ലീഡർ. അപ്പോൾ ആ ലീഡർഷിപ്പ് സ്കിൽസിൽ ഉള്ള ആളുകൾ ആണ് അധികവും ഹോട്ടൽ മാനേജറായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് അപ്പോൾ ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് എൻ്റെ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഹൗ ടു ഡെവലപ്പ് ബിസിനസ് ഇൻ ദിസ് എറീന എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും ഈ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്? ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ അതിൻ്റെ 2-3 തലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഒരു ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമയായി. അത് കഴിഞ്ഞ് ബാച്ചിലർ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് വന്നു. ഇപ്പോൾ MBA ഉണ്ട്. +2 ആണ് മിനിമം. അതെ, മിനിമം +2 വേണം. അതിനുശേഷമാണ് ബാച്ചിലർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ MBA ഉണ്ട്. ഇപ്പം സ്വിറ്റ്സർലാൻഡിൽ വലിയ ലുസാൻ പോലത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവിടുന്ന് ഹൈ എൻഡ് പ്രൊഫഷണൽസ് അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഇതിനൊരു എന്താ പറയുക, ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള നിരവധി കോഴ്സുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ കോഴ്സുകളും നല്ല വാല്യൂ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കൂടാതെ പേഴ്സണൽ ക്വാളിഫിക്കേഷൻസ് ഒരുപാട് വേണം. ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ്, ഹാർഡ് വർക്കിംഗ്, പൊളൈറ്റ്നെസ്, അങ്ങനെ അതൊരു ഇൻബോൺ, എനിക്കൊന്ന് കുറേയൊക്കെ ഒരു ഇൻബോൺ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇൻബോൺ ടാലൻസ് എന്ന് ചിലപ്പോൾ പറയും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് വിഭാഗം ആളുകൾ, പിന്നെ കുക്കിങ്ങിനോട് താല്പര്യമുള്ള ഒരു വിഭാഗം ആളുകൾ, പിന്നെ ഹൈലി പാഷനേറ്റ് ആയിരിക്കും. കാരണം വർക്കിംഗ് അവേഴ്സിൽ യാതൊരു ലിമിറ്റേഷൻസ് ഇല്ല. അതായത് രാവിലെ 9 വന്നിട്ട് 6 മണിക്ക് പോകാൻ പറ്റുന്ന ഉറപ്പുള്ളൊരു ഒരു മേഖലയല്ല. അപ്പോൾ ഉള്ളിലൊരു പാഷൻ വേണം. അതായത് ഐ വോണ്ട് ടു ടോക്ക് ടു ഗേൾസ്. നമ്മൾ ആളുകൾ ഞാൻ ചെയ്ത് തുടങ്ങിയ ജോലി ഇന്ന് വൈകുന്നേരം ഞാൻ തീർത്തിട്ട് പോകാനുള്ള ഒരു പാഷൻ, നാളത്തേക്ക് വെക്കാതെ ഇന്ന് തന്നെ ചെയ്യണം, അത് ചെയ്തില്ലെങ്കിൽ ഗസ്റ്റിന് എഫക്റ്റ് ആവും എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ വേണം. അങ്ങനെ ഹൈലി പാഷനേറ്റ് ആയിട്ടൊരാൾക്കായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ പെട്ടെന്ന് പുതിയ പൊസിഷൻസിലേക്ക് എത്തിപ്പെടാൻ സാധ്യതകൾ അവർക്കായിരിക്കും. ഈ ഒരു പാക്കേജിങ് എങ്ങനെയാണ്? സാലറി, ഒരു വരുമാനം നമുക്ക് എത്രമാത്രം? അത് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റി ടു സിറ്റി. ഞാൻ അതിൻ്റെ ഒരു റേഷ്യോ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല. കാരണം വെച്ചാൽ അത് ഓരോ സിറ്റിയിലും അതിൻ്റേതായൊരു മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു സൂപ്പർവൈസർ എക്സിക്യൂട്ടീവിൻ്റെ ഒരു സാലറി ആയിരിക്കില്ല ഡൽഹിയിലും എബ്രോഡും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇൻ ദ കറൻറ്റ് സിനാരിയോ എവ്രിബഡി ഈസ് ബീൻ പെയ്ഡ് വെൽ. അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവായിട്ട് പറയും ഹോട്ടലിൽ സാലറി കുറവാണ് എന്ന് പറയേണ്ട രീതിയിലല്ല ഇപ്പോൾ സ്ഥിതിയുള്ളത്. വളരെ നല്ല കോമ്പറ്റീറ്റീവായിട്ട് പേ ചെയ്യുന്നുണ്ട്. ഒരു ഫ്രഷർ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ അപ്പോൾ നല്ലൊരു സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്നുള്ള ഞാനിപ്പോൾ കമ്പാരിറ്റീവ്, നമ്മളിപ്പോൾ ആൾക്കാർ കമ്പാരിസണാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു ഹോട്ടൽ മാനേജ് പഠിച്ച ഒരാൾക്കും IT പഠിച്ച ഒരാൾക്കും ഒരേ സാലറി കിട്ടുമെന്ന് ചോദ്യമാണെങ്കിൽ അല്ല എന്നാണ് പറയും. കാരണം ഹോട്ടൽ മാനേജർ ഗ്രാജുവൽ പ്രോസസ് ഓഫ് ഏണിംഗ് ആണ്. അതായത് 1-2 വർഷങ്ങൾ കഴിഞ്ഞ് അയാൾ പുതിയ തസ്തികൾ മെല്ലെ കയറി പോകുമ്പോൾ ഉള്ള അവിടെ സാലറി ഇൻക്രിമെൻസിൻ്റെ ഒരു ടേൺ ഓവർ ഡിഫറെൻ്റ് ആണ്. പക്ഷേ IT ചിലപ്പം കയറുമ്പോൾ തന്നെ വളരെയധികം സാലറി പറ്റുന്ന ആൾക്കാരുണ്ടാവും. അത് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ താരതമ്യേന കുറവാണ്.